ഡിസൊല്യൂഷനിലെ എക്സാമ്പിൾ 2 ആണ് നമ്മൾ പറയുന്നത്. എടാ എക്സാമ്പിൾ 2 നോക്കിയേ, തൊട്ട് മുന്നേ നമ്മളൊരു കൺസെപ്റ്റ് പറഞ്ഞായിരുന്നു, ഒരു എക്സാമ്പിളും പറഞ്ഞായിരുന്നു. അപ്പോൾ ഇതിൽ നമ്മൾ അസറ്റ്സുകൾ ഏതൊക്കെയാണ്? പാറ്റൻറ്റ്, ബിൽഡിംഗ്, ഫർണിച്ചർ, പ്ലാന്റ്. ക്യാഷ് അല്ലാത്ത എല്ലാ അസറ്റുകളെയും നമ്മൾ റിയലൈസേഷൻ അക്കൗണ്ടിലേക്ക് എന്ത് ചെയ്യുക? ട്രാൻസ്ഫർ ചെയ്യുക. അസറ്റുകൾക്കൊക്കെ ഡെബിറ്റ് ബാലൻസ് ആണ് അസറ്റിനെ ക്ലോസ് ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്യണം? അസറ്റുകൾക്കൊക്കെ ഡെബിറ്റ് ബാലൻസ് ആണ് അസറ്റുകളെ ക്ലോസ് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? ക്രെഡിറ്റ് ചെയ്യണം. അസറ്റിനെ ക്ലോസ് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? ക്രെഡിറ്റ് ചെയ്യണം. അസറ്റിനെ ക്ലോസ് ചെയ്യാൻ വേണ്ടി നമ്മൾ ക്രെഡിറ്റ് ചെയ്യണം. അപ്പോൾ അസറ്റുകളെ ക്രെഡിറ്റ് ചെയ്യുക, റിയലൈസേഷൻ അക്കൗണ്ട് എന്ത് ചെയ്യുക? ഡെബിറ്റ് ചെയ്യുക. അപ്പോൾ എൻട്രി എന്താ? റിയലൈസേഷൻ അക്കൗണ്ട് ഡെറ്റർ ടു പാറ്റൻറ്റ് ടു ബിൽഡിംഗ് ടു ഫർണിച്ചർ ടു പ്ലാന്റ്. ഏത് വാല്യൂലാണ് നമ്മൾ കൊണ്ടുപോയി ആക്കേണ്ടത്? ബുക്ക് വാല്യൂലാണോ അതോ സെയിൽ വാല്യൂലാണോ? ബുക്ക് വാല്യൂല്. കാരണം ബുക്ക് വാല്യൂലാണ് അസറ്റ് കിടക്കുന്നത്. ബുക്ക് വാല്യൂല് കൊണ്ടുപോയി എഴുതിയാലേ അസറ്റ് എന്താവുള്ളൂ? ക്ലോസ് ആയി പോവുള്ളൂ. ക്ലോസ് ആയി പോവുള്ളൂ. അടുത്തത് എന്താ വെച്ചാൽ, സംസാരിക്കല്ലേ, അടുത്തത് എന്താ വെച്ചാൽ ക്യാഷ് നമ്മൾ ഓപ്പണിംഗ് ബാലൻസ് ആയിട്ട് ബാങ്ക് അക്കൗണ്ട് കൊണ്ടുപോയി എഴുതി. ക്യാപിറ്റൽ അക്കൗണ്ട് നമ്മൾ പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ടിൽ ക്രെഡിറ്റ് കൊണ്ടുപോയി എഴുതി. ജനറൽ റിസർവ് പ്രോഫിറ്റ് ഷെയർ റേഷ്യോ ആയ 5:3:2 പാർട്ട്നേഴ്സിന് കൊടുത്തു. റിസർവുകൾക്കൊക്കെ ക്രെഡിറ്റ് ബാലൻസ് ആണ്. അപ്പോൾ റിസർവിന് നമ്മൾ പാർട്ട്നേഴ്സ് ക്യാപിറ്റലിലേക്ക് കൊടുക്കുമ്പോൾ എന്തായിരിക്കും ജേർണൽ എൻട്രി വരിക? പറഞ്ഞു നോക്കിയേ. റിസർവ് അക്കൗണ്ട് ഡെറ്റർ ടു എസ് ക്യാപിറ്റൽ, ബീസ് ക്യാപിറ്റൽ, സീസ് ക്യാപിറ്റൽ. റിസർവ് കൊടുത്തു. അടുത്ത എന്താ പരിപാടി വെച്ചാൽ ബാങ്ക് ലോൺ നമ്മൾ റിയലൈസേഷൻ അക്കൗണ്ടിലേക്ക് മാറ്റി. ബാങ്ക് ലോൺ റിയലൈസേഷൻ അക്കൗണ്ടിലേക്ക് മാറ്റുമ്പോൾ എന്താ ജേർണൽ എൻട്രി? ബാങ്ക് ലോണിന് ക്രെഡിറ്റ് ബാലൻസ് ആണ്, ക്ലോസ് ചെയ്യാൻ വേണ്ടി ഡെബിറ്റ് ചെയ്യണം, റിയലൈസേഷൻ ക്രെഡിറ്റ് ചെയ്യണം. എൻട്രി ബാങ്ക് ലോൺ അക്കൗണ്ട് ഡെറ്റർ ടു റിയലൈസേഷൻ. അതേപോലെ തന്നെ ലോൺ ഫ്രം ബി. ലോൺ ഫ്രം ബി എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ലോൺ ഫ്രം ബി എന്താണ്? ഒരു ഇന്റേണൽ ലാബിലിറ്റി ആണോ എക്സ്റ്റേണൽ ലാബിലിറ്റി ആണോ? ഇന്റേണൽ എക്സ്റ്റേണൽ. ലോൺ ഫ്രം ബി ഇന്റേണൽ. ലോൺ ഫ്രം മിസ്സിസ് ബിയോ? എക്സ്റ്റേണൽ. ലോൺ ഫ്രം മിസ്സിസ് ബി എക്സ്റ്റേണൽ ആണ്. ബി അല്ലേ പാർട്ണറുള്ളൂ, ബീൻ്റെ വൈഫ് പാർട്ണറല്ലല്ലോ. ഓക്കെ. അപ്പോൾ ബീൻ്റെ വൈഫിൻ്റെ ലോൺ എക്സ്റ്റേണലാണ്. അങ്ങനെ എക്സാമിന് ക്വസ്റ്റ്യൻ വരും കേട്ടോ. അപ്പോൾ ബീൻ്റെ ലോൺ അക്കൗണ്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ സെപ്പറേറ്റ് അക്കൗണ്ട് ഓപ്പൺ ആക്കുക, എന്നിട്ട് അവിടെ ഓപ്പണിംഗ് ബാലൻസ് ആയിട്ട് എഴുതുക. എന്നിട്ട് അസറ്റുകൾ റിയലൈസ് ചെയ്തു. അസറ്റ് റിയലൈസ് ചെയ്തപ്പോൾ കിട്ടിയ പൈസ എത്ര? ബിൽഡിംഗ്, പ്ലാന്റ് റിയലൈസ് ചെയ്തപ്പോൾ 6, 7, 13 കിട്ടി. അപ്പോൾ അസറ്റ് റിയലൈസ് ചെയ്യുമ്പോൾ പൈസ കിട്ടുമ്പോൾ എന്താ ജേർണൽ എൻട്രി? പറ. ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ടു റിയലൈസേഷൻ. ബാങ്ക് ഡെബിറ്റ്, റിയലൈസേഷൻ ക്രെഡിറ്റ്. പിന്നെ അതുപോലെ തന്നെ ഏതൊക്കെ അസറ്റ് പോയി എന്നൊരു കണക്ക് നമുക്ക് വേണം കേട്ടോ. ഫർണിച്ചർ ടുക്ക് ഓവർ ബൈ എ അറ്റ് 2500. ഫർണിച്ചർ എ 2500 ടേക്ക് ഓവർ ചെയ്താൽ എക്ക് ഇനി എത്ര പൈസ കൊടുക്കണ്ട? 2500 കൊടുക്കണ്ട. ഫർണിച്ചർ ബുക്കിൽ എത്ര എഴുതിയത്? 2000-ന്. അപ്പോൾ എന്താ എൻട്രി? പറഞ്ഞേ, പറ. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഫർണിച്ചർ ടേക്ക് ഓവർ ചെയ്താൽ ഒരു മിനിറ്റ് ഒന്ന് ആലോചിക്കണേ. ഇപ്പോൾ പറഞ്ഞ ഒരു മിനിറ്റ്. പറ. ഫർണിച്ചർ ടേക്ക് ഓവർ ചെയ്താൽ എന്താ ചെയ്യാൻ എൻട്രി? ഫർണിച്ചർ ടേക്ക് ഓവർ ചെയ്താൽ എന്താ ചെയ്യാൻ എൻട്രി? വേം പറ. ഫർണിച്ചർ ടേക്ക് ഓവർ ചെയ്ത് കഴിഞ്ഞാൽ എന്താ ചെയ്യാൻ എൻട്രി? പറ. എസ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെറ്റർ ടു റിയലൈസേഷൻ. എസ് ക്യാപിറ്റൽ അക്കൗണ്ട് ടു റിയലൈസേഷൻ. അപ്പോൾ ശരിക്കും അവിടെ നമുക്ക് 500 ഗെയിൻ ഇല്ലേ? ശരിക്കും നമുക്ക് അവിടെ 500 ഗെയിൻ ഇല്ലേ? അതപ്പോൾ എന്താ റെക്കോർഡ് ചെയ്യാത്തത്? 2000 റുപ്പീസിൻ്റെ ഫർണിച്ചർ 2500 ടേക്ക് ഓവർ ചെയ്താൽ വി ആർ ഹാവിങ് എ ഗെയിൻ ഓഫ് 500, റൈറ്റ്? അതെന്താ റെക്കോർഡ് ചെയ്യാത്തത്? ആ ഗെയിൻ 500 എന്താ റെക്കോർഡ് ചെയ്യാത്തത്? ചോദ്യം മനസ്സിലായില്ല? എന്നാ പറ. ഇവിടെ 2000 ഫർണിച്ചർ 2500 വില ഇട്ട് കൊണ്ടുപോയില്ലേ? അപ്പോൾ ഒരു 500 ഗെയിൻ ഇല്ലേ? അതെന്താ റെക്കോർഡ് ചെയ്യാത്തത്? എങ്ങനെ 1500-ലോ? 1500 എവിടെ മോളെ? എവിടെ 1500 എവിടെ മോളെ? ഇവിടെ എന്താ പറയുന്നത്? ഇതിൻ്റെ ഉള്ളിലോ? അതിൻ്റെ ഉള്ളിൽ എങ്ങനെ വന്നു എന്നാണ് ചോദിക്കണത്. ഇതെന്താ വെറുതെ വരുമോ? എടാ കുട്ടാ ഇവിടെ നോക്ക്. ഫർണിച്ചർ 2 അല്ലേ ഇവിടെ വന്നേ? ഫർണിച്ചർ പോയപ്പോൾ 2500 വന്നില്ലേ? അപ്പോൾ ക്രെഡിറ്റ് 2500, ഡെബിറ്റ് 2 വന്നില്ലേ? ക്രെഡിറ്റ് 2500 ഡെബിറ്റ് 2 വന്നില്ലേ? അപ്പോൾ ഇമ്പാക്റ്റ് എന്തായി? 500. അല്ലേ? അതല്ലേ? ദാറ്റ് ഈസ് ദ റീസൺ. ഫർണിച്ചറേ ഇവിടെ ഓൾറെഡി 2000 ഡെബിറ്റ് ചെയ്തില്ലേ? ഫർണിച്ചർ എടുത്തുകൊണ്ടോ ഇത് 2500-ന്. 2500 എടുത്തുകൊണ്ട് പോയി കഴിഞ്ഞാൽ ക്യാപിറ്റൽ അക്കൗണ്ട് ഓഫ് പാർട്ട്ണർ 2500 കുറയും. പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ ടു റിയലൈസേഷൻ. അങ്ങനെ എഴുതിയാൽ തന്നെ ഇവിടെ ഒരു ഗെയിൻ 500 വന്ന ഇമ്പാക്റ്റ് ആയില്ലേ? ഗെയിന് പിന്നെ സെപ്പറേറ്റ് റെക്കോർഡ് ചെയ്യേണ്ട ആവശ്യം ഇല്ല. ദാറ്റ് ഈസ് ദ പോയിന്റ് യു ടു അണ്ടർസ്റ്റാൻഡ്. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ട പോയിന്റ്. ഓക്കെ ആണോ? നെക്സ്റ്റ് റിയലൈസേഷൻ എക്സ്പെൻസ് 200. എന്താ എൻട്രി? റിയലൈസേഷൻ അക്കൗണ്ട് ഡെറ്റർ ടു ബാങ്ക്. പിന്നെ ഇനി ഏതാ അസറ്റ് റൈറ്റ് എടുക്കാൻ ബാക്കിയില്ലേ? പ്ലാന്റ് ഉണ്ടോ? പ്ലാന്റിനെ പറ്റി എന്താ പറഞ്ഞത്? പ്ലാന്റ് സെല്ല് ചെയ്തല്ലോ.
വേറെ ഒന്നുമില്ലല്ലോ. ബിൽഡിങ് പ്ലാന്റ് ഫർണിച്ചർ, ബിൽഡിങ് പ്ലാന്റ് ഫർണിച്ചർ. ആ പാറ്റന്റിനെ പറ്റി ഒന്നും പറഞ്ഞിട്ടില്ലല്ലോ. അപ്പോൾ പാറ്റന്റ് എന്താ ചെയ്യുക? എടാ പാറ്റന്റിനെ പറ്റി എന്താ പറഞ്ഞത്? പാറ്റന്റിനെ പറ്റി ഒന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ എന്താ ചെയ്യുക? പാറ്റന്റ് ഇൻടാഞ്ചിബിൾ അസറ്റ് ആയതുകൊണ്ട് പാറ്റന്റിന് എന്ത് ചെയ്തിട്ടുണ്ടാവില്ല, അത് റിയലൈസ് ചെയ്തപ്പോൾ ഒന്നും തന്നെ കിട്ടിയിട്ടുണ്ടാവില്ല. ദാറ്റ് ഈസ് അവർ അസംഷൻ. പാറ്റന്റ് റിയലൈസ് ചെയ്തപ്പോൾ ഒന്നും കിട്ടിയിട്ടുണ്ടാവില്ല. എന്താണ് ഏത് മറ്റേ അസറ്റാണ് ഇത്? വേറെ അസറ്റ് പർച്ചേസ് മനസ്സിലായില്ല. മെഷീനറി അങ്ങനത്തെ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? സെയിൽ ചെയ്യും. അതിന് സെയിൽ വാല്യൂ പറയും. ഇത് ഇൻടാഞ്ചിബിൾ അസറ്റ് ആയതുകൊണ്ട് അങ്ങനെ ട്രീറ്റ് ചെയ്ത്. ഇൻടാഞ്ചിബിൾ അസറ്റിന് അതെ ട്രേഡ് മാർക്ക് മാറ്റിയതൊന്നും ചിലപ്പോൾ വിറ്റാ പൈസ കിട്ടൂല. അതുകൊണ്ട് അത് സെയിൽ ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ റിയലൈസബിൾ വാല്യൂ 0 ആയിരിക്കും. അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ചെയ്തതെന്നാണ് സാധാരണ ഡിസൊല്യൂഷനിൽ നമ്മൾ ചെയ്യാറ് കേട്ടോ. നോ ഡൗൺ. അതർ ദാൻ ഇങ്ങനെ അസറ്റ് വരില്ല. അവർ സെയിൽ പറയും. അല്ലെങ്കിൽ ബുക്ക് വാല്യൂ അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? സെയിൽ കാണിക്കുക. പിന്നെ ബാങ്ക് ലോൺ സെറ്റിൽ അറ്റ് 800. ബാങ്ക് ലോൺ 800 രൂപയ്ക്ക് സെറ്റിൽ ചെയ്യുമ്പോൾ ഗെയിൻ ആണോ ലോസ് ആണോ? ബാങ്ക് ലോൺ സെറ്റിൽ ചെയ്യുമ്പോൾ ഗെയിൻ ആണോ ലോസ് ആണോ? ഗെയിൻ. ഗെയിൻ. അപ്പോൾ സെറ്റിൽ ചെയ്യുമ്പോൾ എന്താ എൻട്രി? ബാങ്ക് ലോൺ സെറ്റിൽ ചെയ്യുമ്പോൾ എന്താ എൻട്രി? ടു ബാങ്ക്. ഡെബിറ്റ് ആർക്ക് കൊടുക്കുക? റിയലൈസേഷന്. സെറ്റിൽ ബൈ സി ആണോ? അപ്പോൾ എന്താ എൻട്രി? റിയലൈസേഷൻ അക്കൗണ്ട് അറ്റ് ടു സീസ് ക്യാപിറ്റൽ. ഓക്കെ. അപ്പോൾ റിയലൈസേഷൻ അക്കൗണ്ട് സീസ് ക്യാപിറ്റൽ ഇങ്ങോട്ട് നോക്കിയേ. ഇത് ശരിക്കും ബാങ്ക് ലോൺ ഇവിടെ നിങ്ങൾ 1000 ക്രെഡിറ്റ് ചെയ്തു, നിങ്ങൾ ഡെബിറ്റ് ചെയ്ത് 800. അപ്പോൾ ശരിക്കും ഇവിടെ 200 നിങ്ങൾക്ക് പ്രോഫിറ്റ് വന്നില്ലേ? അതേ ലോജിക്ക് കേട്ടോ. അപ്പോൾ റിയലൈസേഷൻ പ്രോഫിറ്റ് എത്രയാണ്? 1500. അത് പാർട്ട്നേഴ്സിന് കൊടുക്കുക. 1500 പാർട്ട്നേഴ്സിന് കൊടുത്തു. അടുത്തത് ബാങ്ക് അക്കൗണ്ട് നമ്മൾ ചെയ്തു. ബാങ്ക് അക്കൗണ്ടിൽ പൈസ ഉണ്ട്. പൈസ എടുത്ത് നമ്മൾ എന്ത് ചെയ്യുക? ലോൺ ഫ്രം ബി കൊടുക്കുക. ലോൺ ഫ്രം ബി കൊടുക്കുമ്പോൾ എന്താ എൻട്രി? ലോൺ ഫ്രം ബി കൊടുക്കുമ്പോൾ എന്താ എൻട്രി? ലോൺ ഫ്രം ബി അക്കൗണ്ട് അറ്റർ ടു ബാങ്ക്. ഓക്കെ. ഇനി ബാക്കിയുള്ള പൈസ പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ബാലൻസ് ചെയ്ത് ബാക്കിയുള്ള പൈസ അവർക്ക് കൊടുക്കുക. അവർക്ക് കൊടുക്കുമ്പോൾ എന്ത് ചെയ്യും? പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ എന്ത് ചെയ്യും? ടാലി ആവും. ഇതിൽ ഏതെങ്കിലും ഐറ്റം നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞേ. ഡൗട്ട് പറ. ബാങ്ക് ലോൺ ക്യാപിറ്റൽ നമ്മളെ എങ്ങനെ? മോളെ ബി ലോൺ തന്നാലേ അത് ഓണറാകാൻ വേണ്ടി തന്നതല്ല, ലോണായിട്ട് തന്നത് തന്നെയാണ്. അപ്പോൾ അത് ഫേമിൻ്റെ ലാബിലിറ്റിയാണ്. ക്യാപിറ്റലായിട്ട് തന്നേ ക്യാപിറ്റലുള്ളൂ. ഇപ്പോൾ ഞാൻ എൻ്റെ പാർട്ട്ണർഷിപ്പിക്ക് ഒരു അത്യാവശ്യം വന്നപ്പോൾ കുറച്ച് പൈസ കൊടുത്തു. അത് ക്യാപിറ്റലായിട്ട് ട്രീറ്റ് ചെയ്യണമെന്നില്ല. അത് ലോണായിട്ട് ട്രീറ്റ് ചെയ്യുകയാണെങ്കിൽ അതാണ് ആദ്യം തിരിച്ചു തരിക. ക്യാപിറ്റലായിട്ട് കൊടുത്തു തന്നാൽ ചിലപ്പോൾ തിരിച്ച് കിട്ടൂല. അത് രണ്ടാണ്. അപ്പോൾ ലോണായി തന്നത് ലോൺ തന്നെ ആക്കണം. ലോണായി തന്നത് ലോൺ തന്നെ ആയിട്ട് കാണിക്കണം. അല്ലാതെ ലോണായി തന്നത് ക്യാപിറ്റലായിട്ട് കാണിക്കുകയാണെങ്കിൽ പിന്നെ എന്തിനാ ലോണ്? റിയലൈസേഷനിക്ക് എടുക്കാത്ത എന്തുകൊണ്ടാണ് അറിയോ മോളെ? നമുക്കേ റിയലൈസേഷനിക്ക് നമ്മൾ ലാബിലിറ്റി എടുത്തു. ആ ലാബിലിറ്റികളൊക്കെ ഏതാ? എക്സ്റ്റേണൽ ലാബിലിറ്റീസ് ആണ്. ഏത് ലാബിലിറ്റി? എക്സ്റ്റേണൽ ലാബിലിറ്റി. ലോൺ ഫ്രം ബി ഏതാണ്? ഇന്റേണൽ ലാബിലിറ്റിയാണ്. ഇന്റേണൽ ലാബിലിറ്റി എക്സ്റ്റേണൽ ലാബിലിറ്റി രണ്ടാണ്. രണ്ടിനും 2 പ്രയോറിറ്റിയാണ്. ഏതാണ് ആദ്യം കൊടുക്കേണ്ടത്? എക്സ്റ്റേണൽ ലാബിലിറ്റി. പിന്നെ ഏത് കൊടുക്കുള്ളൂ? ഇന്റേണൽ ലാബിലിറ്റി. അപ്പോൾ ഇന്റേണൽ ലാബിലിറ്റി ആയ ലോണിനൊക്കെ ലോൺ ഫ്രം പാർട്ട്ണർക്കൊക്കെ നമ്മൾ സെപ്പറേറ്റ് അക്കൗണ്ട് ഓപ്പൺ ആക്കത്തേ ഉള്ളൂ. അല്ലാതെ നമ്മൾ എന്ത് ചെയ്യാറില്ല, നമ്മളത് മറ്റേ റിയലൈസേഷൻ കൊണ്ടുപോകാൻ പാടില്ല. അത്രേ ഉള്ളൂ. കൊണ്ടായാലും ഇത് ടാലിയാവുക ചെയ്യും. പക്ഷേ ഇൻസോൾവൻസി ഒക്കെ വരുന്ന സിറ്റുവേഷനിൽ ഇതെന്ത് ചെയ്യൂല, നടക്കൂല കേട്ടോ. ഇനി അൺറെക്കോർഡ് അസറ്റ് ഡെലീഷൻ. അൺറെക്കോർഡ് അസറ്റ് വന്നാൽ എന്താ എൻട്രി? പറ. അൺറെക്കോർഡ് അസറ്റ് നമ്മൾ റിയലൈസ് ചെയ്തു. അപ്പോൾ എന്താ എൻട്രി? അൺറെക്കോർഡ് അസറ്റ് റിയലൈസ് ചെയ്ത് എന്താ എൻട്രി? ബാങ്ക് അക്കൗണ്ട് ഡെബിറ്റ് ടു അല്ല. ബാങ്ക് അക്കൗണ്ട് ഡെബിറ്റ് അല്ല. ഒരു കാര്യം ചോദിച്ചോട്ടെ. ഞാൻ നേരത്തെ നിങ്ങളോട് ചോദിച്ചാണ് എന്തുകൊണ്ടാണ് നമ്മളെ ബാലൻസ് ഷീറ്റ് ഉണ്ടാക്കാത്തത് ഡിസൊല്യൂഷനിൽ? ഇത് എൻറ്റിറ്റി ക്ലോസ് ആയില്ലേ? ഇനി എന്തിനെങ്കിലും ബാലൻസ് ഉണ്ടോ? ഇല്ല. ഇതിനെ മൊത്തം നമ്മൾ ട്രാൻസ്ഫർ ചെയ്ത് ക്ലോസ് ചെയ്തു. ഇനി ഫേമും ഇല്ല, ബാലൻസും ഇല്ല, ബാലൻസ് ഷീറ്റും ഇല്ല. ഗോയിങ് കൺസേണിലുള്ള ഒരു എൻറ്റിറ്റിക്കേ ബാലൻസ് ഷീറ്റ് ഉണ്ടാവുള്ളൂ. അടുത്ത ചോദ്യം എന്താ ചോദിച്ചേ? അൺറെക്കോർഡ് അല്ല അസറ്റ്. അൺറെക്കോർഡ് അസറ്റ് എങ്ങനെ റെക്കോർഡ് ചെയ്യുക? അൺറെക്കോർഡ് അസറ്റ് എങ്ങനെയാണ് റെക്കോർഡ് ചെയ്യുക? പറ. അൺറെക്കോർഡ് അസറ്റ് പറഞ്ഞാലേ ബുക്കിലുണ്ടോ? ബുക്കിലില്ലേ? ബുക്കിലില്ല. ബുക്കിലില്ലാത്തൊരു അസറ്റ് റിയലൈസ് ചെയ്ത് കിട്ടുന്ന കംപ്ലീറ്റ് എമൗണ്ട് നമുക്ക് ബുക്ക് പ്രകാരം എന്താണ്? ഗെയിനാണ്. ബുക്കിലില്ലാത്തൊരു സാധനം
കണക്കില്ലാത്തൊരു സാധനം നമുക്ക് സെല്ല് ചെയ്തപ്പോൾ കിട്ടുന്ന പൈസ കംപ്ലീറ്റ് എന്താണ് ഗെയിനാണ്. അപ്പോൾ എന്താ എൻട്രി പറഞ്ഞു നോക്കിയേ, ബാങ്കിൽ പൈസ വന്നു. വാട്ട് എവർ ഗെയിൻ ഓർ ലോസ് അറൈസിങ് അറ്റ് ദ ടൈം ഓഫ് ഏത് ഡിസൊല്യൂഷൻ ഷുഡ് ബി റൂട്ടഡ് ത്രൂ റിയലൈസേഷൻ. അപ്പോൾ എന്താ എൻട്രി, ബാങ്ക് അക്കൗണ്ട് അറ്റഡ് ടു റിയലൈസേഷൻ. അതന്നെ. ഇനി അടുത്തത് നല്ല ശ്രദ്ധിക്കട്ടോ. അടുത്തത് എടാ വാട്ട് ഈസ് ദ ജേണൽ എൻട്രി ഇഫ് ആൻ അൺറെക്കോർഡഡ് ലാബിലിറ്റി സെറ്റിൽഡ്. അമിത അൺറെക്കോർഡഡ് ലാബിലിറ്റി സെറ്റിൽ ചെയ്തു, എന്താ എൻട്രി, റിയലൈസേഷൻ ടു ബാങ്ക്. ഫുൾ എന്താണ്, ലോസ് ആണ്. അടുത്തൊരു സാധനം ഞാൻ പറഞ്ഞുതരാം, ദാറ്റ് യു മസ്റ്റ് ബി പേയിങ് അറ്റൻഷൻ വെരി ക്ലിയർലി. നമുക്കേ ഇൻവെൻട്രി ഉണ്ട് എടാ, അല്ലെങ്കിൽ വേണ്ട, ലാൻഡ് ഉണ്ട് 8000, ബാങ്ക് ലോൺ ഉണ്ട് 6000. എങ്ങനെ ലാൻഡ് ഉണ്ട് 8000, ലാൻഡിൻ്റെ ബുക്ക് വാല്യൂ എത്രയാണ് എടാ, ലാൻഡിൻ്റെ ബുക്ക് വാല്യൂ 8000. അതുപോലെ ബാങ്ക് ലോൺ BL പറഞ്ഞാൽ ബാങ്ക് ലോണിൻ്റെ ബുക്ക് വാല്യൂ 6000. അപ്പോൾ ഇഫ് ലാൻഡ് ഫുള്ള് കൊടുത്തുകാണ്ട് ബാങ്ക് ലോൺ സെറ്റിൽ ചെയ്തു, അപ്പോൾ എന്താ എൻട്രി, ഐ റിപ്പീറ്റ്, ബാങ്ക് ലോൺ കൊടുത്തിട്ടല്ല, ലാൻഡ് കൊടുത്തിട്ട് ബാങ്ക് ലോൺ നമ്മൾ സെറ്റിൽ ചെയ്തു, എന്താ എൻട്രി, JK എന്ന് പറഞ്ഞേ, എന്താ എൻട്രി, ഏതാ ഈ അവിടെ ശ്രദ്ധിച്ചിരുന്നു, ഇനി പറയില്ല, പറയും ഉത്തരം പറയും. ക്വസ്റ്റ്യൻ പറയാം എന്നാൽ അതിൻ്റെ ഉത്തരം പറ. ലാൻഡ് 8000 ബുക്ക് വാല്യൂ ഉള്ളത് കൊടുത്തിട്ട് 6000 രൂപേൻ്റെ ബാങ്ക് ലോൺ നമ്മൾ സെറ്റിൽ ചെയ്തു ആസ് പാർട്ട് ഓഫ് റിയലൈസേഷൻ. എങ്കിൽ എന്താ ചെയ്യാൻ എൻട്രി പറ. ചോദ്യം ചോദിച്ചു, ഉത്തരം പറഞ്ഞു, ചോദ്യം പറഞ്ഞത് ഇനി ഉത്തരം പറയും. ലാൻഡ് വിൽക്കാതെ ലാൻഡ് കൊടുത്തിട്ടാണ് സെറ്റിൽ ചെയ്ത മോനെ, ലാൻഡ് വിൽക്കല്ല, ബാങ്കുകാർക്ക് ലോൺ ഉണ്ട്, അതിന് പകരം നമ്മൾ ലാൻഡിന് കൊടുത്തു, ലാൻഡ് വിറ്റില്ല, അവർക്ക് കൊടുക്കുക ചെയ്തേ. ഇത് റിയലൈസേഷനാണ്, ഡിസൊല്യൂഷനാണ് നടക്കുന്നത്. അപ്പോൾ ഇവിടെ ഗെയിൻ ഇല്ല നമുക്ക്, അല്ല ലോസ് ഇല്ല ഇവിടെ, അതൊക്കെ പിന്നെ എവിടെ, അതൊക്കെ എന്താ മാഞ്ഞു പോയോ. 8000 രൂപേൻ്റെ ലാൻഡ് കൊടുത്തിട്ട് 6000 രൂപേൻ്റെ ലോൺ സെറ്റിൽ ചെയ്യുമ്പോൾ ഗെയിനാ ലോസാ പറ, ലോസ്. എത്ര ലോസ്, 2000. അതെവിടെ അപ്പോൾ, റോങ് ആൻസർ. ഇവിടെ എന്താ ട്രാൻസാക്ഷൻ നടന്നത്, ഒരു അസറ്റ് കൊടുത്തൊരു ലാബിലിറ്റി സെറ്റിൽ ചെയ്തു. എടാ ഒരു അസറ്റ് കൊടുത്തൊരു ലാബിലിറ്റി സെറ്റിൽ ചെയ്തു. എടാ ഓൺലൈനിലോട് ഇനി പ്രത്യേകം ഉത്തരം പറയിപ്പിക്കാൻ പറയേണ്ടി വരുമോ, റെസ്പോണ്ട് ചെയ്യടാ. എന്താ എൻട്രി പറ, നോ ജേണൽ എൻട്രി, ജേണൽ എൻട്രി ഇല്ല. എടാ സിമ്പിൾ ഇങ്ങോട്ട് നോക്ക്, ഇതൊരു റിയലൈസേഷൻ അക്കൗണ്ട് ആണെങ്കിൽ എടാ കണക്കണ പറയാൻ വേറെ നോക്കിയേ, പൂജ ഇങ്ങോട്ട് നോക്കിയേ, ബാങ്ക് ലോൺ. എടാ ബാങ്ക് ലോൺ റിയലൈസേഷന് ക്ലോസ് ചെയ്യുമ്പോൾ എന്താ എൻട്രി പറ, ബാങ്ക് ലോൺ റിയലൈസേഷന് ക്ലോസ് ചെയ്യുമ്പോൾ എന്താ എൻട്രി, ബാങ്ക് ലോൺ അക്കൗണ്ട് അറ്റഡ് ടു റിയലൈസേഷൻ. സംശയമൊന്നുമില്ലല്ലോ. ലാൻഡ് റിയലൈസേഷന് ക്ലോസ് ചെയ്യുമ്പോൾ എന്താ എൻട്രി, സോറി ബാങ്ക് ലോൺ. ലാൻഡ് റിയലൈസേഷൻ ക്ലോസ് ചെയ്യുമ്പോൾ എന്താ എൻട്രി, റിയലൈസേഷൻ ടു ലാൻഡ്. ഓക്കെ, ഇനി ശ്രദ്ധിക്കട്ടോ, ഇനി ലാൻഡ് കൊടുത്ത് ബാങ്ക് ലോൺ സെറ്റിൽ ചെയ്തു. അപ്പോൾ പറ ലാൻഡ് കുറയും. ലാൻഡ് കുറേ അറിയുമ്പോൾ ലാൻഡിനെ ക്രെഡിറ്റ് ചെയ്യണോ ഡെബിറ്റ് ചെയ്യണോ, ക്രെഡിറ്റ് ചെയ്യണം. ആരെ പേരിലാണ് ഇപ്പോൾ ക്രെഡിറ്റ് ചെയ്യേണ്ടത്, റിയലൈസേഷൻ, കാരണം ഇപ്പോൾ ഒക്കെ റിയലൈസേഷനിലല്ലേ. ലാൻഡ് എത്ര കുറഞ്ഞ്, 8000. ഇനി നമ്മുടെ ബാങ്ക് ലോൺ, അടുത്ത് ബാങ്ക് ലോൺ കേട്ടോ, ബാങ്ക് ലോൺ കുറേ അറിയുമ്പോൾ ബാങ്ക് ലോൺ ഡെബിറ്റാ ക്രെഡിറ്റാ, ലോൺ ആണ് ലാബിലിറ്റി കുറയുമ്പോൾ ഡെബിറ്റ്. ആ ഡെബിറ്റ് ആരെ ഡെബിറ്റ് ചെയ്യേണ്ടത്, നമ്മൾ റിയലൈസേഷൻ അല്ലേ ഡെബിറ്റ് ചെയ്യേണ്ടത്. അതെ, റിയലൈസേഷൻ ഡെബിറ്റ് എത്ര, 6000. ഇവിടെ ഗെയിൻ ആണോ ലോസ് ആണോ, ലോസ്. അപ്പോൾ ലോസ്, വാട്ട് എവർ ഗെയിൻ ഓർ ലോസ് അറൈസിങ് അറ്റ് ദ ടൈം ഓഫ് റിയലൈസേഷൻ ഷുഡ് ബി ട്രാൻസ്ഫർഡ് ടു റിയലൈസേഷൻ അക്കൗണ്ട്. അപ്പോൾ എൻട്രി എന്താ, റിയലൈസേഷൻ അക്കൗണ്ട് ഡെബിറ്റ് 8000 ടു റിയലൈസേഷൻ 8000 എന്ന് പറഞ്ഞാൽ നോ എൻട്രി. അപ്പോൾ നിങ്ങൾ പറയും സാറേ അപ്പോൾ എങ്ങനെ പ്രോഫിറ്റോ ലോസ് ഇപ്പം എന്താ അങ്ങനെ എങ്ങനെ മുട്ടുന്നത് പറഞ്ഞാൽ, ലാൻഡ് 8 ഡെബിറ്റ് അല്ലേ, ലോണ് ക്രെഡിറ്റ് അല്ലേ, അപ്പോൾ ഡെബിറ്റാ ക്രെഡിറ്റ് അവിടെ കൂടുതൽ, ഡെബിറ്റ് അല്ലേ. ഇത് ജസ്റ്റ് ഇവിടെ കൊടുത്തിട്ടില്ലല്ലോ, വേറെ ഒന്നും നമ്മൾ ചെയ്തിട്ടില്ലല്ലോ. ഇത് 8 ഇത് 6, അപ്പോൾ ഡെബിറ്റാ ക്രെഡിറ്റാ കൂടുതൽ, ഡെബിറ്റ് എത്ര കൂടുതലാ, 2000. ആ 2000 തന്നെ ലോസ്. ഒരു അസറ്റ് വെച്ചിട്ട് നമ്മൾ പിന്നെ എന്താ പറയുക, ഒരു അസറ്റ് ഓൺലൈൻകാർ റിപ്ലൈ ഓരോട് കുറേ എന്താ പറയുക ഉത്തരം ചോദിച്ചിട്ട് പോലും റിപ്ലൈ തന്നില്ല. അപ്പോൾ ലാസ്റ്റ് പറയണേ ജേണൽ എൻട്രി ഇല്ലാത്തത് കൊണ്ടാണ് ഞങ്ങൾ റിപ്ലൈ തരാത്തത്. ഓക്കെ, നല്ല ഫ്രഷ് സാധനം നോക്ക്, ഡരീസൺ. അപ്പോൾ ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ വെൻ ആൻ അസറ്റ് ഈസ് ടേക്കൺ ഓവർ, അസറ്റ് ഈസ് ടേക്കൺ ഓവർ ടു സെറ്റിൽ എ ലാബിലിറ്റി സെറ്റിൽ ചെയ്യാൻ വേണ്ടി അസറ്റ് ടേക്ക് ഓവർ ചെയ്ത് കഴിഞ്ഞാൽ ജേണൽ എൻട്രി ഉണ്ടാവില്ല. അതില്ലാത്തതിൻ്റെ റീസൺ എന്താണെന്നുള്ളതാണ് ഞാൻ പറഞ്ഞത്.
ഫസ്റ്റ് മോനെ അതെ. അസറ്റിന് ലാബിലിറ്റി റിയലൈസേഷൻ ക്ലോസ് ചെയ്താൽ മതി. സെറ്റിൽമെൻറ്റിന് എന്തുണ്ടാവില്ല, എൻട്രി ഉണ്ടാവില്ല. മോ May 24 എക്സാം ക്വസ്റ്റ്യൻ ഉണ്ടോ നോക്കി ഞങ്ങൾ ഇതിൽ ചെക്ക് ഉണ്ടോ?